ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനെതിരായ കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ തലയിടൽ സിനിമാ ലോകത്ത് കൂടുതലാണെന്നാണ്. ഡയറക്ടർ ആരാണെങ്കിലും ശരി, ഫിലിം ഏതാണെങ്കിലും ശരി, ആ ജോലികളിലെല്ലാം താങ്കൾ തലയിടുമെന്നും ഫിലിമിന്റെ സ്ക്രീൻ പ്ലേയും താങ്കൾ ചേഞ്ച് ചെയ്യുമെന്നും ഫിലിമിന്റെ ഡയലോഗും താങ്കൾ ചേഞ്ച് ചെയ്യുമെന്നും പിന്നെ ഫിലിമിലുള്ള ഡാൻസ് സ്റ്റെപ്പ് പോലും താങ്കളാണ് തീരുമാനിക്കുന്നതെന്നും. സർ, സത്യം പറയണോ അതോ കളവ് പറയണോ? ഇത് ആപ്കി അദാലത്താണ്, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സത്യം തന്നെ പറയണം. ഇത്ര നന്നായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ എന്തിനാണ് മാറ്റുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ബട്ട് ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. യെസ്, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ചെയ്യും. എന്തെന്നാൽ ആ ഡയറക്ടർ ഉണ്ടല്ലോ, അവർ ഒരേ ഒരു ഡയറക്ടറെ കൂടെയാണ് വർക്ക് ചെയ്തത്. അത് അവർ തന്നെയാ. ഞങ്ങൾ നിറയെ ഡയറക്ടർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പല വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ആ ഡയറക്ടറോട് കൂടി ഒരു ഹെൽത്തി ഡിസ്കഷനിൽ അത് ശരിയാക്കി, അതായത് ഇത് കറക്റ്റ് അല്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും, ഈ സീന് ശേഷം ഈ സീൻ വരും. ഈ പാട്ട് പോലും അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. എന്തെന്നാൽ ഇതൊരു സിറ്റുവേഷണൽ സോങ് ആണ്. അപ്പം ഞങ്ങളും അത് മനസ്സിലാക്കും. ഈ ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, അത് ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വളരെ നല്ല കാര്യമാണ് സൽമാൻ. താങ്കൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു, താങ്കൾ ഇത് എതിർത്തില്ല. പക്ഷേ താങ്കൾ ഫിലിമിന്റെ പേര് പോലും മാറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോ വന്നിരിക്കുന്ന ഫിലിമില്ലേ, ഈ ഫിലിമിന്റെ പേര് ആദ്യം കബി ഈദ് കബി ദീപാവലി ആണെന്നാണ്. ആ പേരും വെക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ സർ. വിചാരിച്ചു കബി ഈദ് കബി ദീപാവലി. ഫിലിമിനുള്ളിലുള്ള കഥയുണ്ടല്ലോ, അത് മുമ്പേ തന്നെ ഉള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് വെച്ച് ചില കറക്ഷൻസ് ഒക്കെ ചെയ്തു. അതായത് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്റർഫിയർ ചെയ്യണമെന്ന്. ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല സർ, ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ കോൺട്രിബ്യൂട്ട് ആണ് ചെയ്യുന്നത്. സിനിമ നന്നായിട്ട് പോയി, നിങ്ങൾക്കൊക്കെ പിടിച്ചു, അത് നല്ല കാര്യമല്ലേ. പിന്നെ നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അവർ തന്നെ ഒരു റൈറ്റർ ആയിരുന്നു. മുമ്പ് തന്നെ ഞാൻ 2 പടം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ താങ്കൾ എഴുതിയത് കിസിക ബായ് കിസിക ജാനില്. സർ, ഈ പടത്തിന്റെ ടൈറ്റിലാണ് ബൈജാൻ. അത് എൻ്റെ ഫാദറിന് ഇപ്പോഴും കിസിക്കി ബായ് കിസിക്കെ ജാൻ, ഈ ടൈറ്റിൽ അത് ഇപ്പൊ പോലും അവർക്ക് ഇഷ്ടമല്ല. അത് എന്തെന്നാൽ ഇല്ല, അവരെന്താ പറയുന്ന വെച്ചാൽ ടൈറ്റിൽ എന്ന് വെച്ചാൽ 1 വേർഡ് ആയിരിക്കണം എന്നാണ്. ബട്ട് ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ബൈജാൻ വാസ് ടു ആണുങ്ങളുടെ പേര് പോലെയാണല്ലേ. ദാറ്റ്സ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ദാറ്റ് വെറും ആൺകുട്ടികൾ ബൈജാനായിട്ട് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സോ അവരുടെ ബായ് മാത്രമല്ല, ജാനും കൂടെ. പിന്നെ പെണ്ണുങ്ങളോ, ഈസ് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ദ വുമൺ ഇൻ ലവ് ദ ഫിലിം. ഇറ്റ്സ് എ റൊമാൻസ്, യുനോ. ആക്ഷന് വേണ്ട ആക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് മാത്രമല്ല കോമഡി ഉണ്ടായിരുന്നു, പിന്നെ റൊമാൻസ് ഓൺ ദ ഫിലിം സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇൻ ഇന്ത്യ ഐ ഡോണ്ട് നോ അബൌട്ട് ഹിയർ വിത്ത് വിമൻസ് ഓഡിയൻസ്, യുനോ, started going to the theater to watch this film because എന്തെന്നാൽ അതിൽ വരുന്ന ഫാമിലി ഉണ്ടല്ലോ, നമ്മുടെ കൾച്ചർ ഉണ്ടല്ലോ, പിന്നെ സഹോദരന്മാരുടെ സ്നേഹമുണ്ടല്ലോ, ഗേൾ ഫ്രണ്ട്സ്, യുനോ, എവറി വൺ ഗോൺ ടു ദ സൗത്ത് ഫാമിലി, ഇൻ-ലോസ്, ദെൻ വാട്ട് യു ലെസ് ഫോർ ദ ഇൻ-ലോസ്. സോ ഓൾ ദ വുമൺ ഹാവ് സ്റ്റാർട്ടഡ് ഫീൽ ദ ഫിലിം നൗ. സോ ഐ ഡിഡ്ന്റ് വാണ്ട് us to be ഇത് എല്ലാവർക്കുമുള്ള പടമാണെന്ന് വിചാരിച്ചു. അതായത് എല്ലാവരും ആ പടം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, എല്ലാവരും അത് കാണുന്നുണ്ട്. പക്ഷെ ചില ഡയലോഗ്സ് താങ്കൾ എഴുതിയെന്ന് ഞാൻ അറിഞ്ഞു. സർ, അത് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ഞാൻ എന്താണ് കേട്ടതെന്ന് വെച്ചാൽ, ഈ ഡയലോഗില്ലേ, ഇത് വളരെ ഫേമസ് ആയിരിക്കുകയാണ്. അതാണ് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അത് ഷോട്ടിന് മുമ്പേ ചില സമയത്ത് വരും സർ. പിന്നെ ഐ തിങ്ക് അത് റിയൽ ലൈഫിൽ നിന്ന് വരുന്ന സർ. സംതിങ് യു സേ ദാറ്റ് സർ, ഡു മീ ഫേവർ, ഡോണ്ട് ഡു മീ ഫേവർ. സോ അതാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. വാട്ട് യു ഗോയിങ് ഡുവൻസ് ഓഫ് സബ്. സോ ഇതെല്ലാം സ്വന്തം ഡയലോഗ് അല്ല, ഇത് ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതാ യുനോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത്, അപ്പോൾ യുനോ, ആ റിയൽ ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ ഉൾപ്പെടുത്തും. ദാറ്റ്സ് വൈ ദാറ്റ് ക്യാച്ച് ഓൺ ഓൾസോ. ഇത് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടോ? നീ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. സർ, ഇത് അവരുടെ ഡയലോഗാണ്, നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ.
പക്ഷെ ഡയറക്ടർ അത് താങ്കളുടെ ഡയലോഗ് എന്നാണ് പറഞ്ഞത്. ഡയലോഗ്, പക്ഷെ അവരുടെ ഡയലോഗ് അതിനുശേഷം വളരെ awkward ആയിരിക്കും. ഐ ജസ്റ്റ് ഫീൽ ദ അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങനെ അങ്ങ് ചിരിച്ചു കളയും. ബട്ട് ദ ഫിലിം വെരി ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പൊ പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഏത് പടം പുതിയതായിട്ട് വന്നാലും അതിന് മുൻപ് തന്നെ ബോയ്കോട്ട് ബോളിവുഡ് എന്ന് പറയാൻ തുടങ്ങുന്നു. ഫിലിമിന്റെ ട്രെയിലർ, ഫിലിമിന്റെ പേര്, പോസ്റ്റർ എല്ലാം കണ്ട ഉടൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നു. സർ, ഇത് ഒരുപാട് കാലമായിട്ട് നടക്കുന്നതാണ് സർ. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. മുമ്പ് വീടിന് മുമ്പിലൊക്കെ കൂട്ടം കൂടി പോരാട്ടം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ സ്റ്റുഡിയോന്റെ മുമ്പ് ചെയ്യുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റുള്ളൂ. അത് ലവ് രാത്രി. അതെ, ലവ് രാത്രി. അതാ ടൈറ്റിൽ. ദാറ്റ് നോ ഒബ്ജക്ഷൻ ദാറ്റ്. So that set also why there no objection, because as a festival, it's not look, that it is just you don't make a fabulous life. Agree to Devanis Sakiness love യാത്രി എന്ന് വെച്ചാലെന്ന് ചോദിച്ചു. വെച്ചോളൂ എന്ന് പറഞ്ഞു. ലവ് യാത്രി എന്ന് മാറ്റി കഴിഞ്ഞു. സോ അങ്ങനെയാണ് ബജറംഗി ബൈജാൻ. സോ ഈവൻ ടു വെരി പൊളാട്രിക് ദ സെൻസർ ബോർഡ് സൈഡ്. അപ്പോൾ അവർ ബജറംഗി ബൈജാൻ എന്നുള്ള പേര് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഐ സെഡ് ഇത് പഞ്ചാബിലായിരുന്നെങ്കിൽ പിന്നെ ഇത് ബജറംഗി പാജി. പിന്നെ ഇത് യു പിയിലായിരുന്നെങ്കിൽ അപ്പോൾ ബജറംഗി ബയ്യ. പിന്നെ ഇത് മഹാരാഷ്ട്രയിലാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പേര് ബജറംഗി ബാവു. സോ ഇത് പറഞ്ഞു. സോ ദെൻ ദി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ബജറംഗി ബൈജാൻ തന്നെയല്ലേ. സോ ദെൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് സക്രൻ ദേ ജസ്റ്റ് ഗിവ് ദം ദ ഗോ ഹെഡ്. ബജരംഗി ഭായ്ജാനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. വളരെ വലിയ ഹിറ്റായി മാറി. താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കളുടെ ആക്ടിങ്ങിനെ സംബന്ധിച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആണോ അത്? സർ, അതിൽ വലുതായിട്ട് ആക്ടിംഗ് ഒന്നും ഇല്ല സർ. എന്തെന്നാൽ ഫിലിമേ വളരെ സൂപ്പറാണ് സർ. നമ്മൾ സെറ്റിൽ പോകുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് വരും സർ. അത് എങ്ങനെയെന്ന് വെച്ചാൽ ആ ടീമോടൊപ്പം ചേർന്ന് അങ്ങനെ തന്നെ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ എനിക്ക് ആ സീൻ വരുമ്പോഴാണെങ്കിലും ശരി, എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ചിന്തിക്കും എനിക്ക് എന്താ പറ്റിയെന്ന്. This guy on purer and purer, and I am just going to opposite direction. Even I am not feeling that I am that niceness. പിന്നെ വീണ്ടും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടന്നു കഴിഞ്ഞു. പിന്നെ എൻ്റെ ഉള്ളിൽ ഒരു ക്ലീൻ അപ്പ് സ്റ്റാർട്ടായി. ആൻഡ് ദെൻ ആഫ്റ്റർ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഐ ഡിഡ് പ്രേം രത്തൻ ദെൻ പായ് ചെയ്തു. അതിന് തന്നെ എനിക്ക് ഒരുപാട് സമയമായി. എന്തെന്നാൽ ആ ഫിലിമിനുള്ളിൽ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇത് നല്ല കാര്യമാണോ അതോ ഫ്രോഡാണോ എന്ന് അറിയില്ല. ഐ വിൽ ലോട്ട്സ് ഓഫ് ഇമോഷൻസ് മീ ആൻഡ് ദെൻ സ്പെൻഡിങ് ടൈം വിത്ത് ഹിം, ഹിയറിംഗ് ഹിം ടോക്ക്, ആൻഡ് ബിക്കോസ് ഈസ് സെയിം ഓൺലി യു ജസ്റ്റ് ഗ്രോൺ 1000 times 1000 ഫോഴ്സ്. അതായത് അത് നോക്കുകയാണെങ്കിൽ ഈ പടം ബജറംഗി ബൈജാൻ, ഐ ജസ്റ്റ് നോട്ട് ഇൻ ബജറംഗി ബൈജാൻ ക്ലൈമാക്സ്. അത് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യവും മറന്നിരുന്നു. രാജമൗലി ഓൾസോ പോയിന്റഡ് ഔട്ട് ടു ഹിസ് ഫാദർ മിസ്റ്റർ വിജയേന്ദ്ര പ്രസാദ്. ദാറ്റ് വിഷ്വൽ വാസ് നോട്ട് സപ്പോസ് ടു ബി ഓഫ് നവാസുദ്ദീൻ സിദ്ദിഖി. ദാറ്റ് ലാസ്റ്റ് വിഷ്വൽ ഓഫ് ദാറ്റ് മുനി ഗോൺ ടു ദ മദർ ഷുഡ് ഹാവ് ബീൻ പവേഴ്സ്, ഷുഡ് ഹാവ് ബീൻ മൈൻഡ്. എന്തെന്നാൽ പടം മുഴുവൻ ഞാൻ വിറ്റിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം എൻഡിൽ നവാസുദ്ദീൻ്റെ കയ്യിൽ നീ പോയി കൊടുത്തിട്ട് വാന്നും പറഞ്ഞു കൊടുത്തു. ആക്ച്വലി ആ പടത്തിൽ എന്താ നടന്നെന്ന് വെച്ചാൽ പടം വളരെ ഹിറ്റായിരുന്നു. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ആ കാര്യം മാത്രം നടന്നില്ലായിരുന്നെങ്കിൽ ഈ ഫിലിം അതിലും ഹിറ്റായിരുന്നേനെ. ഹാസ് ഹീസ് ദാറ്റ് ദ മദർ ആൻഡ് ദ ചൈൽഡ് ഗെറ്റ് ടുഗദർ ദെൻ ഹി ഗെറ്റ് ഷോട്ട്. മുഴുവനായിട്ടും ബ്യൂട്ടിഫുൾ സീനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൽ താങ്കൾ പറഞ്ഞതൊന്നും ഡയറക്ടർ കേട്ടിട്ടില്ല അല്ലേ? അതെ സർ. ആ പിക്ചറൊക്കെ പോയി സർ. പക്ഷേ ഈ വിഷയം മാത്രം നടന്നിരുന്നെങ്കിലുണ്ടല്ലോ പടം ഇനിയും വളരെ ഹിറ്റായനെ. സഞ്ജയ് ലീല ബെൻസാലിയോടൊപ്പം താങ്കൾ ഒരു പടം ചെയ്യാനിരുന്നതല്ലേ? അതെ സർ. ഇൻഷാ അള്ളാ നടന്നില്ല. ഇൻഷാ അള്ളാ വേറെ ഏതെങ്കിലും പടം ചെയ്യാം. ഒരു കാലത്ത് സൽമാൻ ഖാൻ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. സൽമാൻ ഖാൻ എന്ന് വെച്ചാൽ ഒരു ബാഡ് ബോയ് ആണ്. ആ ഇമേജ് താങ്കൾ മാറ്റിയല്ലേ? സർ, മാറ്റുമല്ലേ വേണ്ടത്. നൈസ് റിലേഷൻഷിപ്പ്,
പിന്നെ നോക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നു, ദേ ടേക്ക് പിക്ചേഴ്സ്, ദേ സെൽ ദ പിക്ചേഴ്സ് ആൻഡ് ഗെറ്റ് മണി. ഞാൻ നിങ്ങൾക്ക് ആ പിക്ചേഴ്സ് തരാം, പക്ഷേ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ മേലെ, പിന്നെ താഴെ. ചേട്ടാ ഒരേ ഒരു ഫോട്ടോ, ആ ചേട്ടാ ഒറ്റ ഒന്ന്, ചേട്ടാ അവിടെ ഇവിടെ, ചേട്ടാ സ്മൈൽ, കഴിഞ്ഞോ? ഓ താങ്ക് യു ഔട്ട്. സോ ഐ ഡു ദാറ്റ് ആൻഡ് ഓൾസോ ഗോയിങ് ഇൻ ടു ദം. പിന്നെ അവരും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയാണ്. that now. But that on a time there was a ചെറുപ്പക്കാരനായ കുട്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ മെച്യൂരിറ്റി ഉള്ള ജേർണലിസ്റ്റായി ടേക്കൊക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ദേ ഗോട്ട് ഇൻ വെരി കോസ്റ്റിക്. എന്തെന്നാൽ അപ്പോൾ അവർ വളരെ വീണായിട്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ഫാമിലി ലൈഫിനുള്ളിലും ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നടന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ 5 മിനിറ്റ് കൊണ്ട് വരുന്നുണ്ട്. ബിഫോർ ഈവൻ നോ ഇറ്റ്, ആ സമയത്ത് ഞങ്ങൾ 15 ദിവസം ടെൻഷനിലായിരിക്കും, 1 മാസം ടെൻഷനിലായിരിക്കും, എന്തെന്ന് പോലും അറിയത്തില്ല. അതെ, ദാറ്റ് ഈസ് ടു കിൽ യു. ഇപ്പം എന്തെങ്കിലും നടന്നാൽ ജസ്റ്റ് 30 സെക്കൻഡ്സ് 5 മിനിറ്റിനുള്ളിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരും. നോക്കുകയാണെങ്കിൽ ടൈമേ ഉണ്ടാവില്ല, വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. എന്തെന്നാൽ ദേ ആർ റൈറ്റിംഗ് അബൌട്ട് ദിസ് അഫെയർ ഓഫ് മൈൻഡ്. അപ്പോൾ ആ ജേർണലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യണം, വേറൊരു ജേർണലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യണം, അതുകൂടാതെ ആർട്ടിക്കിൾ എടുക്കാൻ വേണ്ടി പറയണം, ഇത് ചെയ് അത് ചെയ്. ആ 1 മാസം ഒരു വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. It used to be so romantic and there's to hurt your hearts or become friend with people and take our gossip and write these things. And I think all of them, every lies Satan do, all of lies. I know you're young, we wanna do something. Sasaba did wrong. To now all mature now, you are okay now. പക്ഷേ അതിൽ ടെൻഷൻ ഭയങ്കരമായിരിക്കും. ഗേൾ ഫ്രണ്ടിന് മനസ്സിലാകും അതൊക്കെ. അപ്പോൾ ഹീറോയിൻസിൻ്റെ ഇടയിൽ ഈ ടോപ്പിക് ഇത് ഈസ് വെരി നെസ്റ്റ് ഓഫ്. താങ്കളുടെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഒരു ചർച്ച വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ അങ്ങനെ വേഗത്തിൽ തോറ്റു തീർക്കുന്നവരല്ലെന്ന് പറഞ്ഞു. വിടില്ല സർ, വിട്ട് തരത്തില്ല. ഞങ്ങൾ എല്ലാവരും അവരവരുടെ വഴിയിൽ. അതിൽ സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, പിന്നെ അമീർ ഖാൻ. സോ you are all do our best, do entertain your people and the best, so that you look at us and you take care of your health and be healthy, be good. Even though be hurt, കളിൽ വേദനയുണ്ട്, ആംഗിളിൽ വേദനയുണ്ട്, മുതുകിൽ വേദനയുണ്ട്, അടികിട്ടി, മൂക്ക് പൊട്ടി, ഫ്രാക്ചറായി, എലമെൻ്റ് പൊട്ടിപ്പോയി, ഞങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും വി വാസ് സ്റ്റിൽ ഗിവ് ഇറ്റ് ഓഫ് ബെസ്റ്റ് ടിൽ ദ വെരി ഹാർട്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വേദന പോലും ആ സ്ക്രീനിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഞങ്ങളുടെ ജോലി മനസ്സിലാവും, പക്ഷേ ഞങ്ങളുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിരിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. ടേക്ക് യുവർ ഹെഡ് ഓൺ. സൽമാൻ, എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ 9 വർഷത്തിന് മുമ്പ് വന്നിരുന്ന സൽമാനും ഇപ്പോൾ ആപ്കി അദാലത്തിൽ വന്ന സൽമാനും വ്യത്യാസം ഉണ്ടെന്നാണ്. ഐ ഡോണ്ട് നോ സർ. തിങ്കിങ് സർ, നിങ്ങൾ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ? ഇപ്പോൾ ഈ വർഷം ഈസ് യുവർ വാർ വിത്ത് മൈ സെൽഫ്, ഈസ് ആൻ അപ്പോളജി ടു മൈ സെൽഫ്. ഓൾ ദ തിങ്സ് ആർ ഡൺ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് അപ്പോളജീസിനെ പറ്റി ചോദിക്കട്ടെ. അതായത് ഞാൻ എന്നോട് തന്നെ നിറയെ പ്രാവശ്യം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പുറത്ത് വളരെ കുറച്ചാണ് ഞാൻ മാപ്പ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വേറെന്താ പറയാനുള്ളത്? ഐ തിങ്ക് എവരി വൺ ടു ജസ്റ്റ് സീ എ ബെറ്റർ വെർഷൻ ഓഫ് ദിംസെൽസ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ വിൽ ട്രൈ ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. എനിക്കുള്ള എല്ലാ മോശം കാര്യങ്ങളും കുറച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള നന്മയെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും. സൽമാൻ, താങ്കൾ വളരെ മനോഹരമായിട്ടാണ് ഉത്തരം നൽകിയത്. ഉണ്ടെങ്കിലും ഞാൻ ഗിൽറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യു ഗൈസ് ആർ വണ്ടർഫുൾ. താങ്ക് യു.